ഒരു ഉമ്മ തന്നാ ഞാൻ പോവാ. ഉമ്മയാ? ഉമ്മയൊന്നും തരാൻ പറ്റും. നിങ്ങൾ വേഗം പൊക്കോ. അല്ല CCTV കേടാണ്. ആ കേടാ. അതൊക്കെ വേറെ പെൺകുട്ടികളുണ്ട് അകത്ത്. ഒരു ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു. ഞാനാ പറഞ്ഞത്. അല്ല ഒരു ഗാംഭീര്യമുള്ള ഗുഡ് മോർണിംഗ് കേട്ടായിരുന്നു. ഗംഭീരം കേട്ടാ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. അല്ല ഇവിടെ ഒരാളുണ്ട്. ഞാൻ അല്ലെന്ന് ഇവിടെ രണ്ടുപേരുണ്ട്. ചേട്ടൻ. എന്റെ കൊച്ചൻ മീശ വെച്ച ഒരാണുണ്ടെന്ന്. അതല്ലേ ചേട്ടൻ മീശ വെച്ചത്. അന്ന് ശരിയാവത്തില്ല. ഇതെന്താണെങ്കിലും പ്രശ്നമാണ്. വേറെ കാര്യമുണ്ട്. ഞാൻ ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ CC ക്യാമറ വെച്ചിരിക്കല്ലേ. ഇതിനകത്തൊരു ഈച്ച പറഞ്ഞാൽ പോലും CC ക്യാമറ പിടിച്ചോളും. അത് 2 ദിവസമായിട്ട് റിപ്പയറാ. ആര് പറഞ്ഞു? ഇന്ന് വെളുപ്പിനെ ടെക്നീഷ്യനെ വിളിച്ചാൽ ശരിയാക്കിച്ചല്ലേ. എനിക്കിപ്പോ കാര്യം പിടികിട്ടി. എന്ത്? ഇനി ആവശ്യമില്ലാതെ ആഹാരം കഴിക്കണം, വെള്ളവും കൂടെ കുടിക്കണം, ഇല്ലെങ്കിൽ ഇക്കിള് വരും. തൊണ്ടേ കുടുങ്ങും കൊച്ചാ. തൊണ്ടേ കുടുങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു, മണ്ടേ കുടുങ്ങാതിരുന്നാ മതി. എന്റെ പൊന്നുപോലെ മണ്ടേ കയറുമ്പോൾ 2 തട്ട് കെട്ടിയാൽ മതി. കുഴപ്പമില്ല, മാറിക്കോളും. പറഞ്ഞു കേട്ടോ. സുമിത്രേ, നീ എന്റെ അടുത്ത് കൂടുതൽ ചാടിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ കുടുംബത്തെയും കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചതാ. എന്ത്? നീ നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്ന സമയം നിന്റെ അച്ഛൻ ഏതുവരെ പഠിച്ചെന്നാ നീ പറഞ്ഞത്? BA English and Literature. BA English and Literature. എടി, നിന്റെ അച്ഛനെ പഠിപ്പിച്ച രാഘവ മാഷ് എന്റെ ബന്ധുവാ. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ അച്ഛന്റെ പുറകുവശം പരിശോധിക്കാൻ പറഞ്ഞു. എന്തിന്? പ്രമാണി രഘു കാരിക്കുഴി LP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ 7 കൊല്ലം ഇരുന്ന് നിരങ്ങിയതിന്റെ പാട് അവിടെ ഉണ്ടെന്ന് ഇപ്പോഴും. അത്രയല്ലേ എന്റെ അച്ഛൻ ചെയ്തോളൂ. നിന്നെ പോലെ കള്ളം പറഞ്ഞൊന്നും എന്റെ അച്ഛൻ ജീവിക്കുന്നില്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്തോ പറഞ്ഞേ? നിന്റെ അച്ഛന് DGPയുടെ കൂടെയാണ് ജോലിയെന്ന്. DGPയുടെ കൂടെ ആയിരുന്നു. ദാമു, ഗോപാലൻ, പപ്പനാഭൻ, ഈ 3 പേരെ കൂടെ റാന്നി കാട്ടിൽ തടിവെടുപ്പ്. അതാണ് നിന്റെ അച്ഛന്റെ DGP. എന്നെ കൊണ്ട് വരുന്നത് അവിടെ ഭയങ്കര കൾച്ചറാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നാമത് എനിക്ക് തിരക്കാണ്. സിനിമ, സീരിയൽ നെട്ടോട്ട് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നാ തിരിയാൻ പറ്റും. അത് ചെരുപ്പിന്റെ കുഴപ്പമായിരിക്കും. നല്ലൊരു ചെരുപ്പ്. രമേശ, ഇത് ശരിയാവൂല. നിന്റെ അടുത്ത് ഇതുപോലുള്ള വർക്കുകൾ പിടിക്കലെന്ന് പറഞ്ഞിട്ട് എനിക്ക് 200 രൂപയ്ക്ക് മാക്ക ജോലി ചെയ്യാൻ വയ്യ. പറഞ്ഞുതരാം. ഭയങ്കര ശമ്പളമൊക്കെ കൂട്ടി കൊടുക്കണം, എന്നാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എന്താണ്? എന്നും വരാൻ പറ്റില്ല. മന്ത്ലി സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ 1 മണിക്കൂർ കുറഞ്ഞത് 25. നിങ്ങൾക്ക് ആയുണ്ടോ? 25 രൂപ കൈ കിട്ടണം. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയി. ഞാനൊരു 150 രൂപ വരാം. 50 രൂപ ഓട്ടോ കൂലി, 100 വീട്ടിൽ ചെല്ലാനുള്ള. രമേശ, 2 ദിവസം കഴിഞ്ഞാൽ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പറയണേ, ഭർത്താവ് പറയണേ. അല്ലടി മിന്നു, 2 ദിവസം കഴിഞ്ഞാൽ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഭാര്യയുടെ അടുത്ത് എന്റെ അന്വേഷണം പറയണം. പറയാം. അല്ല, നമ്മള് അത് തന്നെ, അതായിരിക്കും അല്ലേ. അപ്പോഴേ ആ വിവാഹ വാർഷികത്തിന്റെ അന്നേ എനിക്ക് ഒരു റിങ് തരുവോ? ഒരു റിങ് തരുവോന്ന്. അയ്യോ, ആരാ വിളിക്കുന്നു കേട്ടാ. എടുക്കണ്ട, ഞാൻ തന്നെ കട്ട് ചെയ്ത് തരാം. ആ റിങ് മതിയോ നോക്കൂ. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വേറെ ഒന്നുകൂടെ അയക്കാം. അതില്ലെങ്കിൽ നമുക്കൊരു 10 ഡൗൺലോഡ് ചെയ്ത്. സ്വാമിക്ക് അറിയോ, ജഗു വരുന്നത് എന്റെ സങ്കടം കേൾക്കാനല്ലേ? അതെ. അവൻ എന്നും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന്റെ കളർ പോലെ ചോദിച്ചിട്ടേ കിടന്നിറങ്ങുള്ളൂ. ഇങ്ങനെയുണ്ടോ ഒരു ദിവസം ചോദിക്കുന്നു? അല്ല ഭക്തി, ഈ ഡ്രസ്സൊക്കെ ആരാ വാങ്ങി തരുന്നത്? എന്റെ ഭർത്താവാ. അല്ല, ഈ കാലൊരു ചാരക്കുണ്ടല്ലോ, അതെന്താ സംഭവം? അത് സൗന്ദര്യം പകരം ജപിച്ചു കെട്ടിയാണ് സ്വാമി. അവൻ അങ്ങനെ തന്നെ വേണം സ്വാമി. എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരാക്കി തരണം. ഇത് ഏകദേശം വളഞ്ഞ മരം അടക്കാമത്തെ കുറ്റം പറയുന്ന പോലെയുണ്ട്. അയ്യോ അല്ല സ്വാമി, എന്റെ ഭർത്താവിന്റെ സംശയം ഒന്ന് മാറ്റാൻ വല്ല വഴിയുണ്ടോ എന്ന്. വഴിയുണ്ട്. നിങ്ങളുടെ പേര് കന്യക എന്ന് മാറ്റി അന്യക എന്നാക്കിയാ മതി. അന്യകയോ? അതെ, ഭർത്താവിന് അകന്നു പോകുക. അത്രയോ. എന്റെ സ്വാമി, എന്റെ ഭർത്താവിനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നേ. അയ്യോ, നിങ്ങളെ കല്യാണം കഴിച്ച അന്നുമില്ല ആ ദൈവം ഉറങ്ങിയിട്ടുണ്ടാവില്ല. അയ്യോ, അറബി മലയാളം പറഞ്ഞു. അത് നിങ്ങൾ മലയാളിയായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരുന്നു. ആ ഒട്ടകത്തിന്റെ പണിക്ക് വന്ന അവനായിരുന്നു എന്നെ മലയാളം പഠിപ്പിച്ച്. പേരെന്താ? എന്റെ പേര് പൂരാച്ചുണ്ട് വനജ. Who are you? പോകാറായിട്ടില്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതല്ല, പേരെന്നാന്നാ ചോദിച്ചേ? അൽ ദുൽഖർ. ഓ, ദുൽഖർ. അതിന്റെ ഇപ്പറ സാൽമാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇനി മമ്മൂട്ടിയുടെ അടി കൂടെ ഉള്ളു എനിക്ക്. ഇനി കൊള്ളാം. അല്ലക്കളെ, തേട്ടായി പറ്റി നമ്മളെ ഗ്രൂപ്പിനി തുടങ്ങിയ കാലത്ത് എന്തേട്ടോ കായനും ആടിനും വെടിനും കിട്ടണ കണ്ട ചളി മുസേജ് മുഴുവൻ വലിച്ച് വാരി അങ്ങോട്ട് ഇടുക.
വിശേഷങ്ങൾ ചോദിക്കണ്, ഫോട്ടോ അയക്കണ്, സ്മൈലികൾ അയക്കണ്, എല്ലാം കൂടി പറയണ്ട കച്ചറ വിച്ചറ കുറ്റിച്ചറ വാടാൻചറാന്ന് പറഞ്ഞോളൂ. കല്യാൺപുരം പോലല്ല അതിന് ഒന്നൊരു ഉസാറായിന് എല്ലാവർക്കും. എല്ലാവർക്കും ഒന്ന് പറ്റി ആകെ നമ്മളെ ഗ്രൂപ്പ് ഒരു അസുഖക്കാരിന്റെ മാതിരിയായിപ്പോയി. ഒരാളും കൊണ്ട് തിരിഞ്ഞു നോക്കണില്ല. ഒരു മെസ്സേജ് എപ്പോഴെങ്കിലും ഒന്ന് വിടുക. ഗ്രൂപ്പ് അഡ്മിനൊക്കെ എടുക്കു പോയി മൂപ്പരൊരു പൊടി പോലും കാണുന്നില്ല. ഇതല്ലേ ബാക്കിയുള്ള ആൾക്കാർ.